പല ജാതി വീഡിയോ എഡിറ്ററുകളും നമ്മൾ ഉപയോഗിക്കലുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്ററാണ്. സാധാരണ ഒരു വീഡിയോ എഡിറ്ററിൽ അല്ലെങ്കിൽ ഓഡിയോ എഡിറ്റർ, ഇതിൽ ഓഡിയോ കൂടി എഡിറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ആൻഡ് ഓഡിയോ എഡിറ്ററാണ് ഇത്. സാധാരണ നമ്മളൊരു വീഡിയോ എഡിറ്റർ ഉപയോഗിക്കുന്ന നേരം അതിലുള്ള എല്ലാ ഫംഗ്ഷനുകളും ഒരേ എഡിറ്റിംഗ് ടൂളിൽ തന്നെ നമുക്കെല്ലാം വരും. അത് ഓരോന്നോരോന്ന് നമുക്ക് ചെയ്യാം. ഇന്ന് നമ്മൾ ഈ പരിചയപ്പെടുന്നതിൽ എന്താ സംഭവം, നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അത് മാത്രം ചെയ്യാം. ഇപ്പോൾ വീഡിയോ കട്ട് ചെയ്യാനാവണ്ടേ കട്ട് ചെയ്യേണ്ട ടാബ് വേറെ തന്നെ. അതുപോലെ ഓരോന്നിനും ഓരോ ടാബുകളാണ്. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്, ഫസ്റ്റ് കമൻറ്റിലുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്താൽ കണ്ടോ, താഴെ 2 ടാബ് ഉണ്ട്. ഒന്ന് വീഡിയോ ടാബ്, ഒന്ന് ഓഡിയോ ടാബ്. ഇപ്പോൾ വീഡിയോ ടാബിലുള്ള ഓഡിയോ ടാബിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഓഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. വീഡിയോ ടാബിൽ തന്നെ നമുക്കൊരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു വോയിസ് ഓവറൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതിന് ഫസ്റ്റ് ടാബ് ഉണ്ട്. അതുപോലെ ട്രിം ചെയ്യണമെങ്കിൽ, റിവേഴ്സ് ചെയ്യണമെങ്കിൽ, ഒരു വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ വേക്കോട്ട് ആക്കണമെങ്കിൽ, അതായത് റിവേഴ്സിൽ പ്ലേ ചെയ്യിക്കണമെങ്കിൽ അതിനുള്ള ടാബ് ഉണ്ട്. മെർജ് ചെയ്യാൻ, കൺവെർട്ട് ചെയ്യാൻ, സ്പീഡ്, ഓരോന്നിനും ഓരോ ടാബുകളാണ് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഓഡിയോൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഓഡിയോ ട്രിം ചെയ്യാൻ, റിവേഴ്സ് ചെയ്യാൻ, മെർജ് ചെയ്യാൻ, കൺവെർട്ട് ചെയ്യാൻ, കട്ട് ചെയ്യാൻ ഒക്കെ അങ്ങനത്തെ കുറേ ഓപ്ഷനുകളുണ്ട്. ഓഡിയോ വീഡിയോ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വേഗം എഡിറ്റ് ചെയ്ത് പോരാൻ പറ്റിയ ഒരു അടിപൊളി വീഡിയോ എഡിറ്റർ. ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുത്തേക്കട്ടോ, ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.